നൈസ് പണി കിട്ടി. അപ്പം നമ്മൾ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് മൗണ്ടൻ ക്ലബ് റിസോർട്ടിൻ്റെ റിസപ്ഷനിലേക്കാണ്. റിസപ്ഷൻ്റെ അകത്തുള്ള വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിസപ്ഷൻ്റെ അകം വുഡൻ, നല്ല അടിപൊളിയായിട്ട് വുഡൻ ഇൻറ്റീരിയറിലാണ് ചെയ്തിരിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വേൾഡ് വൈഡ് എൻ്റർടൈൻമെൻറ്റ്സ്. നമ്മൾ ഇന്നുള്ളത് മൂന്നാറാണ്. മൂന്നാർ ചിന്നക്കനാലിൽ മൗണ്ടൻ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടുണ്ട്. നമ്മൾ വർഷങ്ങളായിട്ട് പ്രോഗ്രാം ചെയ്തു വരുന്നൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്ന് നമുക്കവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ മൗണ്ടൻ ക്ലബിൻ്റെ കുറച്ച് നല്ല കലക്കൻ വ്യൂ ആണ്. അപ്പോൾ കുറച്ചെന്ന് പറയാൻ പറ്റില്ല, നല്ല കുറേ വിഷ്വൽസ് നിങ്ങൾ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ കുറേ വീഡിയോകൾ എടുക്കാനുണ്ട്. ഇവിടെ നിന്ന് വെച്ചാൽ ഒരു കുന്നിൻ്റെ ചരിവിലാണ് മൗണ്ടൻ ക്ലബ്ബ് ഇരിക്കുന്നത്. കലക്കൻ റിസോർട്ട് എന്ന് പറഞ്ഞാൽ കലക്കൻ വ്യൂ ആണ്. കോട ഇറങ്ങി വരുന്ന പോലെയൊക്കെ, കോട ഇറങ്ങി വരുന്നതൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. ഇന്നിപ്പോൾ നല്ല മഴയുണ്ട്. നമ്മളിവിടെ എത്തിയപ്പോൾ ഭാഗ്യത്തിന് മഴ മാറി നിൽക്കുകയാണ്. നമ്മൾ വന്ന പ്രോഗ്രാമിന് വേണ്ടി വന്ന ടീമിൻ്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. വൻ നമ്മളിപ്പോൾ ഉള്ളത് റെസ്റ്റോറൻറ്റിലാണ്. റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് പൂളുള്ളത്. ആ പൂള് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇങ്ങനെ നോക്കി തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുനിന്ന് അപ്സ്റ്റെയറിൽ നമ്മളിവിടെ ഇന്ന് നമുക്ക് നമ്മുടെ ഇവൻറ്റിനുള്ള ഗസ്റ്റിന് വേണ്ടിയിട്ട് അവർ ബഫേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് താഴെ നിന്ന് മേലിലേക്ക് വുഡൻ സ്റ്റെയർ ഇട്ടിട്ടുണ്ട്. വുഡൻ സ്റ്റെയർ വഴി കയറി മേലിലെ അപ്സ്റ്റെയറിൽ അവിടെ ചെന്നിട്ട് അവിടെ ബഫേ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയുക, നമ്മൾ കയറി പോകുന്ന വഴിയിൽ ചെറിയൊരു തട്ടുകട പോലെ ഒരു വണ്ടിക്കട സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ റിസപ്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
നമ്മൾ നടന്ന് താഴെ എത്തിയിട്ടുണ്ട്. താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ആംഫി തിയേറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു ആംഫി തിയേറ്ററാണ്. അത്യാവശ്യം കൾച്ചറൽ പരിപാടിയൊക്കെ നടത്താൻ പറ്റും. ചെറിയൊരു DJ സെറ്റപ്പൊക്കെ നടത്താം. ഒരു 50 പേർക്കൊക്കെ 50-100 പേർക്കൊക്കെ ഉള്ളൊരു DJ സെറ്റപ്പൊക്കെ നടത്താൻ പറ്റിയൊരു ആംഫി തിയേറ്ററാണ്. അയ്യോ, എൻ്റെ ബാറ്ററി തീരാൻ പോകണം. അപ്പോൾ നമുക്കൊന്ന് പെട്ടെന്ന് ഈ വീഡിയോ എടുത്തിട്ട് നമുക്ക് ബാറ്ററി ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് കാഴ്ചയുള്ള ഭംഗി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള റിസോർട്ടുകളെല്ലാം പാറക്കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫുള്ള് കരിങ്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കോട്ടേജുകളാണെല്ലാം. പിന്നെ എല്ലാം സിംഗിൾ കോട്ടേജസാണ്. 2 ബെഡ്റൂമുള്ള കോട്ടേജുകളുണ്ട്. താഴെ മേലിലായിട്ട് ബെഡ്റൂമുള്ളത്. നമുക്ക് ഇട്ടേക്കുന്ന റൂം എങ്ങനത്തെയാണെന്ന് അറിയില്ല. അപ്പോൾ ആ റൂം നോക്കിയിട്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓരോ ലെയറിൽ സിംഗിൾ കോട്ടേജുകളായിട്ടാണ് ഇവർ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. നമ്മുടെ പുറം രാജ്യങ്ങളിലൊക്കെ കാണുമ്പോൾ പോലത്തെ വീടുകൾ പോലുള്ള കോട്ടേജുകളാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആക്ടിവിറ്റി സെൻറ്ററിലാണ്. ആക്ടിവിറ്റി സെൻറ്റർ എന്ന് പറഞ്ഞാൽ കിഡ്സ് പ്ലേയിങ് സെൻറ്റർ ഉണ്ട്, പിന്നെ ജിംനേഷ്യം ഉണ്ട്. കാണാം. ഇപ്പം കാണാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല, ലോക്ക് ചെയ്തിട്ടേക്കണേ. ഗെയിം സോണാണ്. നേരത്തെ നമ്മളിവിടെ വരുമ്പോൾ ജിംനാസ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയെന്നും തോന്നുന്നു. അയ്യോ, ഇത് 120 121 പോയാലോ കർത്താവേ. അപ്പോൾ നമുക്ക് 120 തിരിച്ചു പോവാം. നമ്മുടെ റൂമെത്തി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് താമസിക്കാൻ കിട്ടിയ, സ്റ്റേ ചെയ്യാൻ കിട്ടിയ റൂമിൻ്റെ അകത്താണുള്ളത്. നല്ല ചിൽഡ് ആയിട്ടുള്ള റൂമാണ്. ഇവിടെ റൂമിലൊന്നും AC ഇല്ല. ഇപ്പോൾ ഫാനൊക്കെ പിടിപ്പിച്ചിട്ട്, ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഫാനൊന്നും ഇല്ല ആരെന്ന് തോന്നുന്നു. ഇപ്പോൾ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്തെങ്കിലും കാര്യം. പക്ഷെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. നമുക്ക് ഇതിൻ്റെ റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഞാനൊന്ന് ഫ്രഷായിട്ട് റൂമിലൊന്ന് ഫ്രഷായിട്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. 9:30 to 11:30 ആണ് നമ്മൾ ചെയ്യുക. ഒരു 1 hour DJ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചെറിയ പ്രശ്നമുണ്ട്. നമ്മൾ വേറെ മ്യൂസിക് ഇട്ടിട്ട് ചെറിയൊരു പ്രൊമോ പോലെ ചെറിയൊരു പോർഷൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി എടുത്ത വീഡിയോ ഒക്കെ പെട്ടെന്ന് ഇരുട്ടായതുകൊണ്ട് നമ്മൾ ഇന്നലെ കാണിച്ച ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഇരുട്ടായതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ നമുക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആംഫി തിയേറ്ററാണ്. ഞങ്ങൾ താഴെ വന്നിട്ട് എടുത്ത വീഡിയോ ആണ്. നമ്മൾ താമസിക്കുന്ന റൂമിൽ തൊട്ടടുത്താണ് ഈ ആംഫി തിയേറ്റർ ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ രാത്രി ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ ആദ്യമൊക്കെ വന്നിട്ട് നമുക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ കിഡ്സ് സോണിൻ്റെ ആക്ടിവിറ്റി സെൻറ്ററിൻ്റെ താഴെ ആണ് ഫിറ്റ്നസ് സെൻറ്റർ. ഈ കാണാനാണ് ഫിറ്റ്നസ് സെൻറ്റർ. നമുക്കപ്പോൾ അതിൻ്റെ അകത്തിപ്പോൾ കയറാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. തുറന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫിറ്റ്നസ് സെൻറ്ററൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഉള്ളിലാരില്ലാന്നോ? അത്യാവശ്യം മാപ്പ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ നമ്മളിപ്പോൾ താഴത്ത് നടന്നു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓറഞ്ച് മരം നിൽപ്പുണ്ട്. അതിനകത്ത് ഓറഞ്ച് ഉണ്ടായിട്ട് ഒരെണ്ണം പഴുത്ത് കിടപ്പുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണമല്ല കേട്ടോ, അവിടെ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. 2 എണ്ണം ഒരുമിച്ച് പഴുത്ത് കിടപ്പുണ്ടേ.
അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ തീരാമണമാണ്. എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ നിന്ന് മധുരയ്ക്ക് പോണ റോഡ് വീതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 4 ലൈനിൻ്റെ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 6 മാസത്തിനുള്ളിലൊക്കെ വർക്ക് തീരും എന്നാണ് പറയണത്. അപ്പോൾ ഫ്രണ്ട്സ്, വേൾഡ് വൈഡ് എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, ബെല്ലൈക്കൺ അമർത്തുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ മൗണ്ടൻ ക്ലബ് റിസോർട്ടിനെ കുറിച്ചും മൂന്നാറിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. നൈസ് പണി കിട്ടി. ജീപ്പ് പോലും കഷ്ടിച്ച് കയറി പോണ സ്ഥലത്താ കല്ലൊക്കെ ഇട്ടാണ് ഒരു കണക്ക് നമ്മൾ വണ്ടി ഇറക്കിയത്. നമ്മൾ ഇപ്പോൾ എത്താൻ വേണ്ടി വേറൊരു റൂട്ട് പിടിച്ചാണ്. ബൈസംവാലി എത്തണ, അടിമാലി ബൈസംവാലിയൊക്കെ എത്തണ, ചിന്നക്കനാലിൽ നിന്ന് അങ്ങനെ ബൈസംവാലി വഴി പോണൊരു വഴി ഇറങ്ങി നോക്കിയതാ. ആവട്ടെ.